ഹലോ പരമശിവം, എന്താടാ? ഒരു കത്ത് വന്നിട്ടുണ്ട് വീട്ടിൽ നിന്നാ, വയ ദുബായ്. നോക്കട്ടെ. ഭായ് എന്തു പറ്റി? എന്താ ഭായ് ഇത്? നമ്മുടെ 47-64 ലോറി പോലീസ് പിടിച്ചു. കേസ് ഒഴിവാക്കാൻ ചെന്ന എന്നെയാ SI. ഗോപാലൻ SI യോ? ഗോപാലനല്ല, ഒരു പുതിയ പയ്യൻ ചാർജ് എടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. ശിവ, ഈ ഭായി ആരാണെന്ന് അവനെ ഒന്ന് അറിയിച്ചു കൊടുക്കണം. അവൻ ഏത് ഉടയതമ്പരൻ്റെ മോനായാലും ശരി, ഭായത്തല്ലേ അവൻ്റെ കയ്യിന് പൊങ്ങില്ല. വാച്ചേ. ഏയ്, ഈ നിസ്സാര കേസിന് ശിവ വരണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശിവ, അവനെ തട്ടിക്കട്ടെ. വേണ്ട, അവൻ ആശുപത്രി കിടക്കുമ്പോ ബായിക്ക് പോയി കാണണവനെ. അല്ല ബായ്, ബായ് ഗസ്റ്റ് ഹൗസിലേക്ക് വെക്കോ. ഒരു റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ വന്നോളാം. വണ്ടി എടുത്തോളാം. എന്താണ് വിശേഷം? അനിയന്റെ കഥ. അവന് വാളയാർ സ്റ്റേഷനിൽ പോസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ അവിടുത്തെ പുതിയ SI നിന്റെ അനിയൻ തന്നെ. അവന്റെ കൈയും കാലം തല്ലി പിടിക്കാനാണ് നീ ആളെ വിട്ടത്. ഇറങ്ങല്ലേ? എന്താ? നമ്മളിപ്പോ ദുബായിലല്ലേ? ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ജാതകത്തിൽ ഇപ്പൊ തല്ലുകൊള്ളാനാണ് യോഗമെങ്കിൽ കൊണ്ടേ പറ്റൂ. അവൻ എന്റെ അനിയൻ തന്നെയാ. ഇനി അവന്റെ കാര്യം അവൻ നോക്കിക്കോളും. മുങ്ങിക്കോ. ബായ്. എന്താ ശിവ, ആ SI തല്ലി ആശുപത്രിയിലാക്കിയോടാ? ബായ്, തല്ലാൻ പോയവർ തല്ലുകൊണ്ടിട്ട് വന്നു അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബായ്, ബായത്തല്ലേ SI ഇല്ലേ ബായ്? അവൻ എന്റെ ബായിയാണ് ബായ്. അതെ ബായ്. ശിവ, എന്റെ ബായി എന്ന് പറഞ്ഞ ബായിയുടെയും ബായല്ലേ ബായ്? ബായ് എന്നോട് ക്ഷമിക്കണ പോലെ അവനോട് ക്ഷമിക്കില്ലേ ബായ്? ക്ഷമിക്കണം, ക്ഷമിച്ചേ പറ്റുള്ളൂ ബായ്. ഇപ്പൊ ബായേക്കാളും ടെൻഷൻ എനിക്കാണെന്നേ. ഞാൻ ബായുടെ വലങ്കയാന്നും ഞാനാണ് ഈ പരമശിവനെങ്ങാനും അവൻ അറിഞ്ഞടാ. നിന്റെ അനിയൻ താമസിക്കുന്ന വീടും സ്ഥലം ഒക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അവൻ ഒറ്റക്കല്ല വന്നേക്കണത്. നിന്റെ അമ്മ, പെങ്ങള്, കൊറേ കന്നുകാലികള്. പിന്നെ നീ കേട്ടാ പെണ്ണില്ലേ അവിടെ വന്നിട്ട് ഗോപിക്ക്. സൂക്ഷിച്ച്. എന്റെ മോനെ തല്ലിയമ്മമാരുടെ തലയിൽ ഇടിത്തി വീഴണേ ഭഗവതി. നിന്നെ മിണ്ടാണ്ടിരിക്കടാ. അവന്മാരൊന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ല. നശിച്ച് നാറാണക്കല്ലേ. ഇനി ഇവിടെ നിന്ന് ഇതിലും വലുത് കേൾക്കേണ്ടി വരുമ്പോ